കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപാട് പുസ്തകം 21 അധ്യായത്തിൽ നിന്ന് പുത്തൻ യെരൂശലേമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അതുള്ള ബന്ധത്തിൽ അതിന്റെ അളവുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ഈ പുത്തൻ യെരൂശലേമിന്റെ ഉള്ളിലുള്ള ജീവിതത്തെക്കുറിച്ച് 22 അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു പോകാം. ഈ 21 അധ്യായത്തിൽ ചില ഭാഗങ്ങൾ ചിന്തിക്കാനുണ്ട്. കർത്താവിനെ വെച്ചാൽ അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. 22 അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യം വായിക്കാം. വീതിയുടെയും നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിക്ക് അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവിനെയും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുള്ള ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ 21 അധ്യായത്തിലെ വെളിപ്പാട് 22 അധ്യായത്തിന്റെ 5 വാക്യത്തോടു കൂടിയാണ് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാം. പുത്തൻ യെരൂശലേമിന്റെ അകത്തുള്ള വർണ്ണന വാസ്തവത്തിൽ 22 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. 22 അധ്യായത്തിന്റെ 6 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങള് ഫൈനൽ വേർഡാണ്. അതായത് അവസാനമായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയതും ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതുമായ അവസാനത്തെ ഭാഗമാണ്. ഈ പ്രവചനങ്ങൾ കേട്ടിട്ട് അതുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എന്തെന്നുള്ളത് അവിടെ കാണിക്കുകയാണ്. ദൈവം വെച്ചാൽ അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഈ പുത്തൻ യെരൂശലേമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ കടന്നുപോയി. അവൻ ഒരുക്കുന്ന ഭവനത്തിന്റെ മഹത്വമാണ് ഇവിടെ നമുക്ക് വർണ്ണിച്ചു തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഒരു പ്രത്യേക കാഴ്ച ലഭിക്കുന്നു. 1 വാക്യം നമ്മൾ എടുക്കുമ്പോൾ വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. യോഹന്നാൻ അത് കണ്ടതായിട്ടല്ല പറയുന്നത്. നമ്മളിവിടെ വായിക്കുന്നത് യോഹന്നാനെ കാണിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ പുത്തൻ യെരൂശലേമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്ത പോലെ സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കത്തെരുവീതിയാണ്. ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെയുള്ള സ്ഫടിക തുല്യമായ ജാസ്പർ കൊണ്ട് അതിന്റെ ഭിത്തികളൊക്കെ മതിലുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരെ ചിന്തിപ്പാൻ കഴിയുന്നതിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും റിഫൈൻഡ് ഗോൾഡ് എന്താണോ അതിലൊക്കെ എത്രയോ ഉന്നതമായ ഒരു റിഫൈൻഡ് ഗോൾഡാണ്. സ്ഫടിക സ്വച്ഛതയുള്ള വളരെ പ്യുവറായ ആ ഗോൾഡ്, അതാണ് അതിന്റെ തെരുവീതികൾ. ഈ വീതിയുടെ നടുവിലൂടെ ഒഴുകുന്ന വെള്ളം, ജീവജല നദി, ഒരു പക്ഷേ യോഹന്നാനെ കാണുവാൻ കഴിഞ്ഞു കാണില്ല. അത്ര ശുഭ്രമായ ഈ ജീവജല നദി ഇതുപോലെ ഉള്ള ഒരു തെരുവിലൂടെ ഒഴുകുമ്പോൾ ഒരുപക്ഷെ അത് കണ്ണിന് പതിച്ചില്ലെന്ന് വരെ. അതുകൊണ്ടായിരിക്കാം ഇവിടെ നമ്മൾ വായിക്കുന്നത് യോഹന്നാനെ ദൂതനത് കാണിച്ചു കൊടുക്കുകയാണ്. പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി കാണിച്ചു കൊടുക്കുകയാണ്. ഈ ജീവജല നദിയെക്കുറിച്ച് വചനത്തിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ആത്മീക അർത്ഥത്തിൽ നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിന് 37 വാക്യങ്ങള് ദാഹിക്കുന്നവന്റെ അടുക്കൽ വരട്ടെ, അവന്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലനദി ഒഴുകും എന്ന് കർത്താവ് പറയുകയുണ്ടായി. ശബരിക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞപ്പോൾ അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറയായി മാറും എന്ന് കർത്താവ് പറയുകയുണ്ടായി. അതൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ കാണിക്കുന്ന ഈ ജീവജല നദിയും പരിശുദ്ധാത്മാവിന്റെ ടാഞ്ചിബിൾ, കാണപ്പെടുവാൻ കഴിയുന്ന ഒരു എക്സ്പ്രഷൻ ആണെന്ന് ചിന്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ആശ്ചര്യമായ നദി തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഏറിയ പങ്ക് ദൈവദാസന്മാരുമുണ്ട്. ഏതായാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും സത്യമാകിയാൽ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശ്ചര്യമായ നദി തന്നെയാണ്. ഇതിൻ്റെതായ നിഴലുകളും മറ്റും എസെക്കിയേൽ പ്രവചനം 47 അധ്യായത്തിലൊക്കെ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നദിയെക്കുറിച്ചൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് ആശ്ചര്യമായ നദി തന്നെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ചിന്തിക്കുന്നതാണ് ന്യായം. കാരണം ജലം ചെന്ന് വീഴുന്നിടമൊക്കെ പഥ്യമായി തീരുമ്പോൾ ചാവുകിടലും ഡെഡ് സീയും ഒക്കെ ശുദ്ധമായി മാറുന്നത് ആശ്ചര്യമായി അവിടെ നിന്ന് ഒഴുകുന്ന ഒരു നദിയാണെന്നുള്ളത് ചിന്തിക്കാൻ കഴിയും. എന്നാൽ ഈ നിത്യതയുള്ള ബന്ധത്തിൽ അവസാനമായി ദൈവം വെളിപ്പാട് നമുക്ക് തരുമ്പോൾ ഈ 22 അധ്യായത്തിൽ വീതിയുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം കാണിച്ചു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അവിടെ കാണിക്കാഞ്ഞ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, അല്ലെങ്കിൽ ത്രിയേക ദൈവമാണ്. എന്തുകൊണ്ടാണ് ഈ നിത്യതയിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച ശേഷം
ദൈവം ഇറങ്ങി മനുഷ്യനോടുകൂടെ വസിക്കുന്ന ഒരവസ്ഥയിൽ സകലവും നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം വചനത്തിൽ വെളിപ്പെടുത്തിയതും ഉദ്ദേശിച്ചതുമായ കാര്യങ്ങളൊക്കെ ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു. അതിന്റെ ശേഷവും എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഇവിടെ കാണിക്കാഞ്ഞത്? പുത്രൻ താനും നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മുടെ രക്ഷ സാധിപ്പിച്ച് ഇന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്നും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്ത പോലെ രാജ്യം വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച് ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും നീക്കിയിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. പുത്രന്റെ വേല തികച്ച് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ച് കഴിയുമ്പോഴും വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. നിത്യതയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായി യോവേൽ പ്രവചനത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോവേൽ പ്രവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം എടുക്കുമ്പോൾ ആ വാക്യം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു വാക്യമാണ്. എന്നാൽ ആ വാക്യം നമുക്ക് പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ ഒരു അല്പസമയം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തില് നമ്മൾ വരുമ്പോൾ 2-ാം അധ്യായത്തില് യുഗപരമായി തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നോക്കിയ 1-ാം വാക്യം, സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട് അത് അടുത്തിരിക്കുന്നതുകൊണ്ട് ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോട്ടെ. ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് പഠിച്ചു. ചരിത്രത്തിൽ ദൈവം ഏർപ്പെടുന്ന ദിവസമാണ്. അത് പീഡന കാലഘട്ടമാണ്. സഭ മാറ്റപ്പെട്ട ശേഷം ദൈവം ഇടപെടുന്ന പീഡന കാലഘട്ടത്തെയാണ് യഹോവയുടെ ദിവസം എന്ന് പറയുന്നത്. അവിടെ 1-ാം വാക്യത്തിലും യഹോവയുടെ ദിവസം എന്ന് പറയുന്നു. 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ തന്റെ സൈന്യത്തിന്റെ മേൽ മേഘനാദം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവർ ശക്തിയുള്ളവരും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവൻ ആർ എന്ന് ചോദിക്കുകയാണ്. അത്ര ഭയങ്കരമായി സഹിപ്പാൻ ബുദ്ധിമുട്ടുള്ളൊരു വിധത്തിൽ യഹോവയുടെ ദിവസം ഭൂമിയിൽ വരികയാണ്. അത് പീഡന കാലഘട്ടമാണ്. സഭാകാലയളവ് കഴിഞ്ഞ ശേഷം പീഡന കാലയളവ്. യഹോവയുടെ ദിവസം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യന്റെ ദിവസം അവസാനിക്കുന്നു. മനുഷ്യന്റെ ദിവസത്തിൽ ദൈവം നേരിട്ട് ഇടപെടുന്നു. ദൈവം ഇടപെടുന്ന ആ ദിവസം ആരംഭിക്കുമ്പോൾ ഇത് സഹിക്കുന്നവർ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പീഡന കാലഘട്ടത്തെ കുറിച്ചാണ് യോവേൽ 2-ന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ പറയുന്നത്. അതിന്റെ ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പീഡന കാലഘട്ടം കഴിഞ്ഞ് 18-ാം വാക്യം നമ്മൾ എടുത്തു നോക്കിയാൽ, അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീക്ഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ച് യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിൽ തൃപ്തി പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോൾ വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിഗ്രഹിക്കും എന്ന് പറഞ്ഞ്, അതായത് പീഡന കാലഘട്ടത്തിൽ യഹൂദനെ ഉപദ്രവിച്ച വടക്ക് നിന്നുള്ള ശത്രുവും അതുപോലുള്ളവരെയൊക്കെ മാറ്റിക്കളയുന്ന വലിയൊരു കാര്യമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ ഇസ്രായേലിന് വേണ്ടി പോരാടിയിട്ട് അവന്റെ 1000 ആണ്ട് വാഴ്ച ഇവിടെ നടത്തുന്നതാണ്. ആ വസ്തുതയാണ് പറഞ്ഞു വരുന്നത് 27-ാം വാക്യം വരെ. അവിടെ 27-ാം വാക്യം നോക്കി, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അവർക്ക് വിളവുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് അനേക അനുഗ്രഹങ്ങൾ നൽകുന്നു, കളപ്പുരകളൊക്കെ നിറയുന്നു, അവർക്ക് ശത്രുവിന്റെ ഭയമില്ലാതെ വരുന്നു. അത് 11 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അത് സഹസ്രാബ്ദ വാഴ്ചയാണ്. അവരുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മള് 1 തൊട്ട് 11 വരെ പീഡന കാലഘട്ടം, 18 തൊട്ട് ഇതിന്റെ 27 വരെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് 28-ാം വാക്യം നോക്കിയേ. 28-ാം വാക്യം, അതിന്റെ ശേഷമോ, അതായത് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് ശേഷം ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുന്നത് വാസ്തവത്തിൽ പുതിയ ഭൂമിയിലാണ്. സഹസ്രാബ്ദ കാലഘട്ടത്തിൽ യഹൂദന്റെ മേൽ, സകല യഹൂദന്റെ മേലും ദൈവം ആത്മാവിനെ പകരും. സഹസ്രാബ്ദ കാലഘട്ടത്തിൽ ദുഷ്ടന്മാരുണ്ട്. ഇവിടെ ദുഷ്ടന്മാരാണ് മരിക്കുന്നത്. കർത്താവിനെ അനുസരിക്കാത്തവരുണ്ട്. അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്നില്ല. എന്നാൽ അതിന്റെ ശേഷമോ എന്ന് പറയുമ്പോൾ ഇത് പത്രോസ് എടുത്ത് പെന്തക്കോസ്ത് പെരുന്നാളിനുള്ള ബന്ധത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രക്ഷിക്കപ്പെടുന്ന നമുക്ക് അവന്റെ ആത്മാവിന്റെ പകർച്ച ലഭിക്കുന്നു. സഹസ്രാബ്ദ വാഴ്ചയിലെ സകല യഹൂദനും ലഭിക്കുന്നു. എന്നാൽ അതിന്റെ ശേഷം പുതിയ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ജനത്തിന്റെ മേലും ആത്മാവിന്റെ പകർച്ച നടന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന്റെ പകർച്ച സകല ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ആ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് വചനം വെളിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ആയിരിക്കണം ഇവിടെ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും മാത്രം സിംഹാസനം കാണുവാനായിട്ട് സാധിച്ചതെന്ന്
ദൈവദാസന്മാരിൽ പലരും കരുതുന്നതായിട്ടുണ്ട്. എന്നാൽ ഈ 2-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. എല്ലാ മാസവും ഫലം കായ്ക്കുന്നു, പക്ഷെ എല്ലാ മാസവും ഓരോ മാസത്തിന് അതാതിന്റെ ഫലം കൊടുക്കുകയാണ്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നമുക്ക് വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 47 നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ വായിച്ചേക്കാം. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 47-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഞാൻ മടങ്ങിച്ചെന്നു, നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്ന കണ്ടു. അതിന്റെ 12-ാം വാക്യം, നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ ഇരിക്കുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ നോക്കുക, ഇവിടെ ആ വൃക്ഷം ഓരോ മാസവും അതിന്റെ ഫലങ്ങൾ കൊടുക്കുകയാണ്. വീണ്ടും ഇതിനെക്കുറിച്ച് 2 ഭാഗത്തെക്കുറിച്ചും കർത്താവിന്റെ ദാസന്മാർ ഇങ്ങനെ പറഞ്ഞു. ഫലം, ഫ്രൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു പേരയ്ക്ക വേണമെങ്കിൽ അത് പൂത്ത് കായ്ച്ച് അതിൻ്റെതായ ഒരു സമയമെടുത്ത് അത് ഫലമായി മാറുന്നത് പോലെ കഴിക്കുവാൻ പാകമായ ഒരു ഫലമായി മാറുന്നു. എന്നാൽ ഇവിടെ ഓരോ മാസവും അതിന്റെ ഫലങ്ങൾ, ഫ്രൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയുള്ള ബന്ധത്തിൽ വായിച്ചിരുന്നു, മാസം തോറും ഫലം കൊടുക്കുന്നു. എന്നാൽ പുതിയ ഭൂമിയിൽ വരുമ്പോൾ ഈ നദിക്ക് അക്കരയും ഇക്കരയുള്ള വൃക്ഷം, ഒരു വൃക്ഷം തന്നെ അതാത് ഫലം ഓരോ മാസവും പുതിയ പുതിയ ഫലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിന്റെ ഇലയെക്കുറിച്ചും വായിച്ചിട്ടുണ്ട്. ഇല ജാതികൾക്ക് രോഗശാന്തിക്ക് ഉതകുന്നു. ഇനി ഒരുത്തനും ദീനമെന്ന് പറയില്ല എന്ന് വായിക്കുന്നു. യെശയ്യാ 33:24 എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയില്ല. ആർക്കും ദീനമെന്ന് പറയാത്തൊരു കാലഘട്ടം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തെറാപ്പിയ എന്ന ഗ്രീക്ക് വേർഡാണെന്ന് പറയുന്നത്. തെറാപ്പിയ എന്ന വാക്കിന്റെ അർത്ഥം, ആശയം അവിടെ ദൈവദാസന്മാർ ഓർപ്പിക്കുന്നത് ആരോഗ്യത്തിന് എന്ന് തർജ്ജമ ചെയ്യണമെന്ന. ആരോഗ്യത്തിന്, അതിന്റെ ഇല ജാതികളുടെ ആരോഗ്യത്തിന് ഉതകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വൈറ്റമിൻസ് ഒക്കെ കഴിക്കുന്ന പോലെ, ടോണിക്കൊക്കെ കഴിക്കുന്ന പോലെ, ഗ്രോയിങ് ഹെൽത്തിന് വേണ്ടി ഉതകുന്നത് പോലെ ഇതിന്റെ ഇലകൾ ലോകത്തിൽ ജീവിക്കുന്ന ജാതികളുടെ ഗ്രോയിങ് ഹെൽത്തിന് ഉപയോഗിക്കും. അവർക്ക് ദീനമുണ്ടായിട്ടല്ല, തെറാപ്പിയ, അവരുടെ ആരോഗ്യപരമായ കാരണങ്ങൾക്ക് വേണ്ടി അവരത് ഭക്ഷിക്കുമ്പോൾ ഈ പട്ടണത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവർക്ക് ഇതിന്റെ ഫലങ്ങൾ കഴിക്കുവാൻ കഴിയും. സഭയുള്ള ബന്ധത്തിൽ നമ്മൾ സഭയുടെ ദൂത് പഠിച്ചപ്പോൾ പഠിക്കുകയുണ്ടായി, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൽ നിന്നുള്ള ഫലം തിന്മാൻ കൊടുക്കും. നമുക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. നോക്കുക, മാസം തോറും പുതിയ പുതിയ ഫലങ്ങൾ തരുന്നത് കൊണ്ട് ഏത് ഭക്ഷണം കഴിച്ചാലും, ഏത് ജീവിത രീതിയിൽ നമ്മൾ ഏർപ്പെട്ടാലും അല്പം കഴിയുമ്പോൾ ഒരു മുരടിച്ച നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ഇവിടെ അതങ്ങനെയല്ല. ഓരോ മാസം കഴിയും തോറും പുതിയ പുതിയ അനുഭവങ്ങൾ മാത്രമല്ല, ദൈവത്തോട് കൂടുതൽ അടുത്ത് ഒരു ഗ്രോയിങ് റിലേഷൻ, അടുത്ത് ജീവിക്കുന്ന ഒരു അനുഭവത്തിന്റെ ഒരു പ്രത്യേക അനുഭവമായിരിക്കും ഈ ഫലങ്ങൾ ഭക്ഷിക്കുമ്പോഴും നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഇനിയും നമുക്ക് വായിക്കുന്ന കാര്യങ്ങൾ തിരുവചനത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 7 കാര്യങ്ങളോട് എടുത്തു പറയുന്നു. ആ 7 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് 3-5 വരെയുള്ള വാക്യത്തിൽ 7-fold കൺസുമേഷൻ ഓഫ് ഗോഡ്സ് പർപ്പസ് എന്നാണ്. ദൈവത്തിന്റെ 7 വിധമായ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണം എന്നതിന് പറയും. 7 വിധമായ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണം. ഈ വാക്കുകൾ ഓരോ കമ്പിവാചകം പോലെ പറയുന്നെങ്കിലും ബൈബിളിന്റെ ഉൽപ്പത്തി തുടങ്ങിയുള്ള സംഭവ വികാസങ്ങളുടെ പൂർത്തീകരണമാണ് 7 വാക്യങ്ങളിലൂടെ, 7 വസ്തുതകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയാട്ടെ. അതിന്റെ 3-ാം വാക്യം, 1, യാതൊരു ശാപവും ഉണ്ടാകത്തില്ല. പെർഫെക്റ്റ് സിൻലെസ്നെസ്, പൂർണ്ണമായ പാപമില്ലാത്ത അവസ്ഥ, യാതൊരു ശാപവും ഉണ്ടാകത്തില്ല. 2, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. പെർഫെക്റ്റ് റൂൾ ആൻഡ് അതോറിറ്റി, സമ്പൂർണമായ ഭരണവും അധികാരവും. 3, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇംഗ്ലീഷിൽ ഹിസ് സെർവന്റ് ഷാൽ സെർവ് ഹിം. പെർഫെക്റ്റ് ഒബീഡിയൻസ്, സമ്പൂർണ്ണ അനുസരണം. 4, അവർ അവന്റെ മുഖം കാണും. ദേ ഷാൽ സീ ഹിസ് ഫേസ്. പെർഫെക്റ്റ് കമ്മ്യൂണിയൻ, സമ്പൂർണമായ കൂട്ടായ്മ. 5, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഹിസ് നെയിം ഓൺ ദം. പെർഫെക്റ്റ് കോൺസിക്രേഷൻ, സമ്പൂർണ്ണ സമർപ്പണം. 4, 6, ഇനി രാത്രി ഉണ്ടാകത്തില്ല. പെർഫെക്റ്റ് ബ്ലെസ്സഡ്നെസ്, സമ്പൂർണമായ അനുഗ്രഹത്തിന്റെ അവസ്ഥ. അവസാനമായി 7, അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. പെർഫെക്റ്റ് ഗ്ലോറി, മഹത്വപൂർണമായ സമ്പൂർണത. നമുക്ക് ഈ 7 വസ്തുതകൾ, 7 നമുക്കറിയാം.
അത് പൂർണ്ണതയുടെ വാക്കുകളാണ്, സംഖ്യയാണ്. 7 കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ നോക്കിയ ആ ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയുള്ള സംഭവങ്ങളുടെ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് നടത്തി അവന്റെ പദ്ധതികൾ സാത്താൻ തകർക്കുമെന്ന് സാത്താൻ ചിന്തിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. എന്നാൽ അവന്റെ പുത്രനിലൂടെ ആ വീണ്ടെടുപ്പ് സാധിപ്പിച്ച് കാര്യങ്ങളുടെ മുഴുവൻ സമാപ്തിയിലേക്ക് വന്നിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ഓരോ വാക്കുകളിൽ അത് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. 1, യാതൊരു ശാപം ഇനി ഉണ്ടാകത്തില്ല. പാപത്തിന്റെ ഫലമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടതകളും ഏദനിൽ വെച്ച് ദൈവം നടത്തിയ ശാപമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ സാത്താൻ ശപിക്കപ്പെട്ടു. 17-ാം വാക്യത്തിൽ ഭൂമി ശപിക്കപ്പെട്ടു. മുള്ളും പറക്കാരെയും അതിൽ നിന്ന് മുളയ്ക്കാൻ തുടങ്ങി. സ്ത്രീകൾ വേദനയോടെ പ്രസവിക്കാൻ തുടങ്ങി. കണ്ണുനീരും കരച്ചിലും ദുഃഖവും മുറവിളിയും പ്രപഞ്ചത്തിന് തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ട് റോമാലേഖനം 8-19 തൊട്ട് നമ്മൾ വായിക്കുന്ന പോലെ സകല സൃഷ്ടിയും ഒരുപോലെ ഈറ്റുന്നവോടെ ഞെരങ്ങിയാണ്. ഗ്രോണിങ് വിത്ത് പെയിൻ ഫോർ എ ഡെലിവറൻസ്, വിടുതലിന് വേണ്ടിയുള്ള ഒരു കരച്ചിൽ. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഭൂകമ്പം നടക്കുമ്പോൾ മറുഭാഗത്ത് മറ്റു ചില പ്രശ്നങ്ങൾ നടക്കുന്നു. കൊടുങ്കാറ്റുകളും ഒരു ഭാഗത്ത് മഞ്ഞുമൂടി കിടക്കുമ്പോൾ ഒരു ഭാഗത്ത് വരൾച്ച കൊണ്ട് മനുഷ്യൻ മരിക്കുന്നു. പട്ടിണി, ഭയങ്കരമായ ക്രൂരത, എല്ലാ പ്രശ്നങ്ങളും, ഈ സകല പ്രശ്നങ്ങളും ഭൂമിയിൽ ഉണ്ടായത് ദൈവം ഭൂമിയെ ശപിച്ചപ്പോഴാണ്. ദൈവം അവന് വേണ്ട എല്ലാ നന്മകളും കൊടുത്ത് ഒരു ഏറ്റവും പെർഫെക്റ്റ് എൻവയോൺമെന്റിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി ദൈവത്തോടുള്ള പെർഫെക്റ്റ് കൂട്ടായ്മയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തിന് പകരമായി അവനെ അവിശ്വസിച്ച് അവന്റെ വാക്കുകളെ തിരസ്കരിച്ചുകൊണ്ട് സാത്താനെ അനുസരിച്ചപ്പോൾ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അവൻ എത്ര പ്രയത്നിച്ചിട്ടും ഭൂമി അതിന്റെ വിളവ് കൊടുക്കുന്നില്ല. അവൻ വളം ചേർത്തു നോക്കുന്നു, രാസവളങ്ങൾ ചേർക്കുന്നു. അതിന്റെ ഫലമായി രോഗങ്ങളും അസുഖങ്ങളും വർദ്ധിക്കുന്നു. ശാപമാണ്, ഭൂമി ശപിക്കപ്പെട്ടതാണ്. നോക്കുക, ഇന്ന് എന്റെ കയ്യിൽ ഒരു പത്രക്കട്ടിങ് ഉണ്ട്. മാതാവിന്റെ മുലപ്പാല് പോലും ടോക്സിൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത് ഞാൻ ആ പത്രക്കട്ടിങ് എടുത്തു വെക്കുകയുണ്ടായി. മുലപ്പാല് പോലും, അമ്മയുടെ മുലപ്പാല് പോലും വിഷാംശങ്ങൾ ചേർന്നിരിക്കുന്നത്, കഴിക്കുന്ന ഭക്ഷണങ്ങളും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും മലിനപ്പെട്ടു പോയി. മനുഷ്യൻ പോലും ആ ശാപത്തിന്റെ കീഴിൽ അടിമയായിപ്പോയി. എന്നാൽ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഗലാത്യലേഖനം 3:13 വായിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറി. നാം അനുഭവിക്കേണ്ട ശാപങ്ങൾ മുഴുവൻ അവൻ ഏറ്റെടുത്തുകൊണ്ട് ഈ ശാപത്തിൽ നമ്മളെ വിടുവിച്ച് വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച് ഒടുക്കത്തെ ശത്രുവായി മരണത്തെ നീക്കി രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ അവസാനമായി നാം കേൾക്കുന്ന വാക്ക്, യാതൊരു ശാപവും ഇനി ഉണ്ടാകത്തില്ല. There shall be no more curse. ഇനിയും ഒരിക്കലും ശപിക്കപ്പെടുന്ന ഒരവസ്ഥ ഭൂമിക്ക് ഉണ്ടാകത്തില്ല. സാത്താൻ ബന്ധിക്കപ്പെട്ടു. സകല ദുഷ്ടന്മാരെ ലോകത്ത് നിന്ന് മാറ്റി ദൈവം ഇറങ്ങി വന്നു അവനോട് കൂടെ വസിക്കുകയാണ്. ഭൂമി സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയുകയാണ്. യാതൊരു ദോഷവും യാതൊന്നും ഉണ്ടാകാതെ ഇനി യാതൊരു ശാപമില്ലാത്തൊരവസ്ഥ. ഇത് വായിക്കുമ്പോഴൊക്കെ ഉത്തമഗീതത്തിലെ വാക്യം ഞാൻ ഓർക്കും. ഉത്തമഗീതം 2:2 നമ്മെക്കുറിച്ച് പറഞ്ഞ വാക്ക്, മുള്ളുകളുടെയിലെ താമര പോലെ ലിലിപുഷ്പം പോലെ എന്റെ പ്രിയ ഇരിക്കുന്നു. ശാപത്തിന്റെ ഫലമായി കിളിർത്തു വന്ന മുള്ളുകൾ, അതിന്റെ മധ്യത്തിൽ നമ്മൾ ഇരിക്കുന്നു. രണ്ടാമതായി ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും എത്ര വിപുലമാണ്. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. നോക്കുക, തിയോക്രസി. ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ ദൈവം ഭൂമിയുടെ രാജാവായിരിക്കും. അവൻ ഭൂമിയെ സൃഷ്ടിച്ച മനുഷ്യന് കൊടുത്തിട്ട് ദൈവം അവനോടൊത്ത് വസിച്ച് അവനോട് പറഞ്ഞു, നീ ഇതിനെ കാത്തുകൊള്ളണം. എന്നാൽ മനുഷ്യന്റെ പരാജയം, സാത്താൻ അതിന്റെ അധികാരം പിടിച്ചെടുത്തു. മനുഷ്യനെ സംശയമുള്ളവനാക്കി. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സാത്താൻ വന്ന് ചോദിക്കുക, ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവവചനം ചോദ്യം ചെയ്യപ്പെട്ടു. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ദൈവത്തിന്റെ അധികാരത്തെ തിരസ്കരിച്ചു. ദൈവത്തിനറിയാം നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന്. ദൈവത്തിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തു. ദൈവം നല്ലത് ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തു. അവന്റെ അധികാരത്തെ തിരസ്കരിക്കുന്നു. ദൈവവചനത്തെ ചോദ്യം ചെയ്തു. മനുഷ്യൻ അത് കേട്ടിട്ട് ദൈവത്തെക്കാൾ അധികം സാത്താനെ അനുസരിച്ചു. സാത്താൻ വാസ്തവത്തിൽ മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് ഇതിന്റെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. ഈ ഭൂമിയുടെ അധികാരിയായിട്ട് അവൻ മാറി. യേശുക്രിസ്തുവിന്റെ അടുക്കൽ പരീക്ഷകൻ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ തരാം. എല്ലാം എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ ഇന്നത്തെ ലോകത്തിന്റെ അധിപനാണ്. എന്തുകൊണ്ടാണ് ഈ ക്രൂരത? എന്തുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ? എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ കാണുന്ന സകല പ്രശ്നങ്ങളും? സാത്താൻ വാഴുകയാണ്. എന്നാൽ നമ്മള് ഓർത്തതുപോലെ ഈ ലോകത്തിന്റെ പ്രഭുവിനെ വാസ്തവത്തിൽ ബന്ധിച്ചിട്ട് ദൈവം ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ അവൻ ഭൂമിയുടെ രാജാവായി മാറുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം. വാസ്തവത്തിൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അവന്റെ സിംഹാസനം ഇരിക്കുന്ന ഒരിടം ഈ ഭൂമിയിലുണ്ട് മാർമികമായി. അത് ദൈവസഭയാണ്. അവന്റെ കർത്തൃത്വം അംഗീകരിച്ചവരാണ്.
വാസ്തവത്തിൽ അതിന്റെ പൂർത്തീകരണമാണ് ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയിൽ ഇരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. സകല നന്മകളും ഭൂമിക്കുണ്ടാകുന്നത് ഈ സിംഹാസനത്തിൽ നിന്നാണ് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമായ കാര്യമാണ്. ദൈവം പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കി അവൻ ഭരിക്കുവാൻ ഇസ്രായേലിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജാവായിരിക്കും, നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ടാൽ ഞാൻ നിങ്ങളെ ഭരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. അവരതും തിരസ്കരിച്ചിട്ട് പറഞ്ഞു, ജാതികളെ പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ, മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. സഭയുള്ള ബന്ധത്തിലും അവനെ കർത്താവായി അംഗീകരിക്കുമ്പോൾ അവന്റെ സിംഹാസനം നമ്മുടെ ഉള്ളിൽ വെക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സഭയിൽ അവന്റെ കർത്തൃത്വത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ രാജാവാണ്, കർത്താവാണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണ് വാസ്തവത്തിൽ. എന്നാൽ ഭാവിയിൽ നമ്മൾ ഓർക്കുക, 1 കൊരിന്ത്യർ 15:24 ഒടുക്കത്തെ ശത്രുവായി മരണവും നീങ്ങിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. പുത്രന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്ന സമയം അവിടെയാണ്. All the blessings is going to be flown from this throne. ഈ സിംഹാസനത്തിൽ നിന്നാണ് സകല നന്മകളും പിന്നീട് ഒഴുകുവാനായിട്ട് തുടങ്ങുന്നത്. ഇന്ന് ആത്മീകമായി നമ്മുടെ ഉള്ളിലും ആ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് അവന്റെ സിംഹാസനം നമ്മുടെ ഉള്ളിൽ വാസ്തവമായി സ്ഥാപിക്കുമ്പോഴാണ്. മൂന്നാമതായിട്ട് പറഞ്ഞത്, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഈസ് servant shall serve him. അവൻ ആരാധിക്കുമെന്നുള്ളത് ഇംഗ്ലീഷിൽ സെർവ് ചെയ്യുമെന്നാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ വി വിൽ ബിക്കം വൈസ്രോയ്സ്. ആദവനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവത്തിന് വേണ്ടി അത് ഒക്യുപ്പൈ ചെയ്യുവാനും സൂക്ഷിക്കുവാനുമായിട്ടായിരുന്നു. അവിടെ അവൻ പരാജയപ്പെട്ടു പോയി. നമുക്ക് ഒരുപാട് വേല ചെയ്യുവാനായിട്ടുണ്ട് നിത്യതയുള്ള ബന്ധത്തിൽ. നമ്മൾ ഇനി അത് ചിന്തിക്കാൻ പോവുകയാണ്. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. പലരും ചിന്തിക്കുന്ന പോലെ ദൈവത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് എന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് അവന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാതിരിക്കുന്ന ഒരു അവസ്ഥയല്ല. His servant shall serve him. ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, പോൾ ബിൽഹാമർ എഴുതിയ ഒരു പുസ്തകം, സിംഹാസന നിയുക്തർ അല്ലെങ്കിൽ ഡിസ്റ്റൈൻ ഫോർ ത്രോൺ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ആ ദൈവദാസൻ ഓർപ്പിക്കുന്നുണ്ട്, ദൈവം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ഒരു കൂട്ടം ആളുകളെ ട്രെയിൻ ചെയ്യുകയാണ്. ഇവിടെയുള്ള പ്രതിബന്ധങ്ങൾ, ഇവിടെയുള്ള പ്രശ്നങ്ങൾ, ഇവിടെയുള്ള നിരാശകള്, ഇതൊക്കെ നമ്മളെ വാസ്തവത്തിൽ ഇറ്റ്സ് എ ട്രെയിനിങ് പ്രോസസ്. നമ്മളെ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. സാത്താനെ ദൈവം ബന്ധിക്കാതിട്ടിരിക്കുന്നത് ഒക്കെ നമ്മുടെ ഒരു ട്രെയിനിങ്ങിന്റെ പാർട്ടാണ്. ഇവിടെ നമുക്ക് രൂപാന്തരങ്ങൾ സംഭവിച്ച് ഭാവിയിൽ ആ സിംഹാസനം ഇരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അന്ന് നമ്മൾ അവനോടുകൂടെ ഇരുന്ന് അവന്റെ ദാസന്മാർ അവനെ സേവിക്കും. സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഒരനുഭവമായിരിക്കും. അതിനുശേഷം 4ാമത് പറഞ്ഞ കാര്യം, അവർ അവന്റെ മുഖം കാണും. പെർഫെക്റ്റ് കമ്മ്യൂണിയൻ, അൺക്ലൗഡഡ് ഫെലോഷിപ്പ്. പാപം ചെയ്തിട്ട് മനുഷ്യൻ പോയി ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. ദൈവം ആരാണ്? എത്രയോ വലിയവനാണ്. അവന്റെ ശക്തിയും വലുപ്പവും വിശുദ്ധിയും മഹത്വവും എത്ര വലുതാണ്. എന്നാൽ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച പുതിയ ഭൂമിയിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ മുഖം അവർ കാണും. ഹിസ് സെർവന്റ് ഷാൽ സീ ഹിസ് ഫേസ്. ഇന്നും വാസ്തവത്തിൽ ആത്മീകമായി ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഇതാണ്. ഞാൻ പലപ്പോഴും വിവാഹം നടത്തുമ്പോൾ അവസാനമായി ഒരാശംസയായിട്ട് അവർക്ക് വധുവരന്മാർക്ക് വായിച്ചു കേൾപ്പിക്കുന്ന വാക്യം എന്റെ മനസ്സിൽ ഓടി വരുന്നു. സംഖ്യാപുസ്തകം 6-ാം അധ്യായം. അവിടെ പറഞ്ഞ അനുഗ്രഹം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. സംഖ്യാപുസ്തകം 6-ാം അധ്യായം. അവിടെ ദൈവം ആവശ്യപ്പെട്ടതാണ് അത് അങ്ങനെ പറയണമെന്ന്. നോക്കിയേ, സംഖ്യാപുസ്തകം 6:23 തൊട്ട്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ശ്രദ്ധിച്ചു നോക്കിയേ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച്, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂട്ടായ്മ നിനക്ക് ലഭിച്ചുകൊണ്ട് ആ സമാധാനം, ദൈവത്തിന്റെ കൂട്ടായ്മ നിനക്ക് ലഭിച്ച് ആ പ്രകാശത്തിൽ നിനക്ക് കൃപയുണ്ടാകട്ടെ. ഇവിടെ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറഞ്ഞു. കുടുംബത്തിൽ ഞാനിത് ആശംസയായിട്ട് സാധാരണ വായിക്കാറുണ്ട്. എനിക്ക് ഇത് വായിക്കുമ്പോഴൊക്കെ ഓർമ്മയുള്ളത്, അവിടെ ചിന്തിപ്പിക്കുന്ന കാര്യം ഇതാണ്. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുക എന്നുള്ളതാണ്. ഇന്നും ദൈവത്തോടുള്ള അനുഗ്രഹം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലെ കൂട്ടായ്മ അനുഭവിക്കുകയാണ്. നമ്മുടെ സന്തോഷത്തിന്റെ രഹസ്യം അതാണ്. നമുക്ക് എപ്പോഴെങ്കിലും ആ കൂട്ടായ്മയ്ക്ക് ഒരു ഭംഗം വന്നാൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ കയ്പ് വന്നാൽ, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് ഒരു ചെറിയ ഭംഗം വന്നാൽ നമ്മൾ അസ്വസ്ഥരായി മാറും. നമുക്കറിയാം, അവനോട് നമുക്കുള്ള ഏറ്റവും അടുത്ത കൂട്ടായ്മയിലാണ് നമ്മുടെ സന്തോഷം ഏറ്റവും അധികം വർദ്ധിക്കുന്നത്. എന്നാൽ നിത്യതയിൽ നമ്മൾ ഓർത്തതുപോലെ അവന്റെ മുഖം അവർ കാണും. ഒരിക്കലും ഭംഗമില്ലാത്ത, ഭംഗം സംഭവിക്കാത്ത ഒരടുത്ത ബന്ധം സംഭവിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അർത്ഥത്തോളം ബന്ധത്തിൽ, ആത്മീയ അനുഗ്രഹത്തോളം ബന്ധത്തിൽ 2 കൊരിന്ത്യർ 4:4 വരെ അല്ലേ? യെസ്, 2 കൊരിന്ത്യർ 4:4-6 വരെ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്, സുവിശേഷത്തിന്റെ പ്രകാശനം,
ശോഭിക്കാതിരിപ്പാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അത് മൂടുപടം നീങ്ങിയിട്ട്, പാപം മൂലം ഒരു മൂടുപടം വീണിരുന്നു, അത് മാറ്റിയിട്ട് യേശുക്രിസ്തുവിനോടുള്ള ഏറ്റവും മൂടുപടമില്ലാത്തൊരു ബന്ധം, അവന്റെ മുഖത്തിന്റെ തേജസ് നമ്മുടെ മുഖത്ത് ഫലിച്ചുകൊണ്ട്, അവനോടുള്ള കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട്, നാളുകൾ കഴിയും തോറും അവനെ പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ട്, അതൊരു അനുഗ്രഹമാണ്. ഇസ്രായേലിന് കൊടുത്ത നന്മയിൽ തിരുമുഖം ദൈവം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ, ദൈവത്തിന്റെ കൂട്ടായ്മ നിങ്ങൾ അനുഭവിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവന്റെ മുഖം അവർ കാണും, അവന്റെ മുഖം അവർ കാണും. യാതൊരു ഭംഗവുമില്ലാത്ത ഒരു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മുഖം കാണുന്ന പോലെ വലിയവനായ ദൈവത്തിന്റെ മുഖം എപ്പോഴും കാണുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. അഞ്ചാമതായിട്ട് അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. നമ്മൾ ഓർത്തതുപോലെ പെർഫെക്റ്റ് കോൺസെക്രേഷൻ, സമ്പൂർണമായ ഒരു സമർപ്പണം, നമ്മൾ അവന്റേതാണെന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു തെളിവാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണെങ്കിലും ആ ഭാഗം ഒന്ന് നോക്കിയാട്ടെ. 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. 12-13 ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെ എഴുതും. എന്റെ 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 മൈ എന്നുള്ള പദം ഏതാണ്ട് 5 പ്രാവശ്യം അവിടെ വരുന്നുണ്ടെന്ന് ദൈവദാസന്മാർ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. 5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ 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 കർത്താവ് പറയുകയാണ് എന്റെ നാമം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി പ്രഷ്യസ് ആയിട്ടുള്ളതൊക്കെ അത് നമ്മുടെ മേൽ എഴുതും. ആ നാമം എഴുതുമെന്ന് പറയുമ്പോൾ ഇന്ന് അവന് വേണ്ടി തിരസ്കരിക്കപ്പെട്ട് അവന് വേണ്ടി പുറന്തള്ളപ്പെട്ട അവരുടെ മേൽ അവൻ എന്ത് വിലപ്പെട്ടിരിക്കുന്നോ അതൊക്കെ അവരോട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും എന്നുള്ളതിന്റെ ആശയം. എന്നാൽ ഇവിടെ വെളിപാട് ദിവസം 22-ാം അധ്യായത്തിൽ അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. നമ്മളെ സമ്പൂർണ്ണമായി അവൻ അവകാശപ്പെടും. ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ബുക്കിലൊക്കെ പേരെഴുതി വെക്കും. സ്കൂളിൽ ചെന്നാല് എന്റെ ബുക്കാണെന്ന് അവർ പറയും ആ പേരുള്ളത് കൊണ്ട്. അതുപോലെ നമ്മളെ സമ്പൂർണ്ണമായി അവന് ലഭിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. നമ്മളെ ഇന്നും അവന് പൂർണ്ണമായി കിട്ടിയിട്ടില്ല, നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മളെ അവന് പൂർണ്ണമായി അവകാശപ്പെട്ടവൻ ആണ്, എന്നാൽ നമ്മളെ പൂർണ്ണമായി അവന് കിട്ടിയിട്ടില്ല. എന്നാൽ അന്ന് നമ്മളെ പൂർണ്ണമായി അവന് കിട്ടും. അന്ന് ഇവിടെ വായിച്ച പോലെ അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. വിൽ ബി ഹിസ് ആൻഡ് ഹിസ് ഓൺലി. അവൻ്റേത് മാത്രമായി നമ്മൾ ഇരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. തീത്തോസ് 2:4 നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി വേർതിരിപ്പാൻ, that we should be a people of his own, അവന്റെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവസാനമായി ഇനി രാത്രി ഉണ്ടാകത്തില്ല. 5-ാം വാക്യം, ഇനി രാത്രി ഉണ്ടാകത്തില്ല. നോ മോർ നൈറ്റ്. ഇരുട്ട് എപ്പോഴും സംശയത്തിന്റെയും അതുപോലെ തന്നെ പാപത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. കൊലോസ്യർ 1:13 ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, നമ്മൾ മുമ്പേ ഇരുളായിരുന്നു, ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. പിന്നെ റോമലേഖനം 1:21 ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇരുട്ടിലുള്ളവരാണെന്ന് അവരെ കുറിച്ച് വായിക്കുന്നു. 1 യോഹന്നാൻ 1:6 അവരെ കുറിച്ച് ഇരുട്ടിൽ നടക്കുന്നവരാണെന്ന് പറയും. ഇനി രാത്രി ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഇന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരെ. 1 പത്രോസ് 2:9 വായിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് നമ്മെ അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നവരാണ്. നമ്മൾ ഒരിക്കൽ ഇരുട്ടിന്റെ അധികാരത്തിലും ഒരിക്കൽ നമ്മൾ ഇരുളുമായിരുന്നു, എന്നാൽ ഇന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഇന്ന് വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. എന്നാൽ അന്ന് രാത്രി ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ യാതൊരു വിധമായ ഇരുളിന്റെ അനുഭവമില്ലാത്ത ഒരു ദിവസം. എന്നാൽ അതിന് മറ്റൊരാശയമുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മള് 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, രാത്രി അവിടെ ഇല്ലല്ലോ. രാത്രി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വിശ്രമിപ്പാനാണ്. പകൽ മുഴുവൻ അധ്വാനിച്ചാൽ രാത്രി വിശ്രമിക്കാതെ നമുക്ക് അടുത്ത ദിവസം ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ രാത്രി ഇല്ല, ഇനി ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു ആശയമുണ്ടെന്ന് പറയുന്നു. നമുക്ക് ക്ഷീണമുണ്ടാകത്തില്ല, വിശ്രമം നമുക്ക് ആവശ്യമില്ല. ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു, മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവന് ക്ഷീണമില്ല, ക്ഷീണിക്കുന്നില്ല. നാം അവനെ പോലായി മാറുമ്പോൾ രാത്രിയുടെ അനുഭവം നമുക്ക് ആവശ്യമില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയായിരിക്കും. 7-ാമത് 5-ാം വാക്യത്തിന്റെ അവസാനത്തിൽ അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. They shall reign forever and ever. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും.
കുറച്ചു നാളത്തേക്കല്ല, എന്നേക്കും. ഒരു സംശയമുണ്ടായി. നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ മാത്രമല്ല ഭരിക്കുന്നത്. നമ്മൾ 1000 ആണ്ട് വാഴ്ച മാത്രമല്ല, പുതിയ ഭൂമിയിലും മാത്രമല്ല, പുതിയ ഭൂമി കഴിഞ്ഞിട്ടും ദൈവത്തിന് പദ്ധതികളുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് അധികം വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലും പുതിയ ഭൂമിയിൽ ജനനമുണ്ടാകുമോ എന്നൊരു ചെറിയ ചോദ്യം വരികയുണ്ടായി. യെശയ്യാപ്രവചനം 9-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചന ഭാഗമാണ് 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. 6-7 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭു എന്ന് പേർ വിളിക്കും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകത്തില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് കിങ്ഡം ആൻഡ് പീസ് there shall be no end എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവന്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെ സംഭവിക്കും? അവന്റെ രാജ്യം അവസാനിക്കുന്നില്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെ സംഭവിക്കും? യെശയ്യാപ്രവചനം 60-ാം അധ്യായം 21-22 വാക്യത്തിലെ നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിർവഹിക്കും. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയായി തീരും. വീണ്ടെടുക്കപ്പെട്ടവര് പെറ്റുപെരുകയും അവർ വളരെയധികമായി വർദ്ധിക്കും എന്ന് രേഖപ്പെടുത്തുന്നു. യാക്കോബിന്റെ ലേഖനം 1-18 സഭയെക്കുറിച്ച് പറയുമ്പോൾ നാം അവന്റെ സൃഷ്ടിയിൽ ഒരു വിധത്തിൽ ആദ്യഫലമാകേണ്ടതിന് എന്ന് വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെയും ദൈവത്തിന് ഫലങ്ങളുണ്ട്. ദൈവത്തിന് ഫലങ്ങൾ എടുക്കുവാനായിട്ട് അവന്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. 1 കൊരിന്ത്യർ 15-26, യെശയ്യാവ് 25-8 വാക്യം. യെശയ്യാവ് 25-8, 25-8 അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയും. തന്റെ ജനത്തിന്റെ സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. 1 കൊരിന്ത്യർ 15-26 വായിക്കുന്നതാണ്, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. യെശയ്യാവ് 65, യെശയ്യാപ്രവചനം 65 അതിന്റെ 23 തൊട്ടുള്ള വാക്യം. അവർ വൃഥാധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയാകും. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. ഞാൻ ഇന്ന് വൈകിട്ടും എടുത്ത് ഈ ഭാഗം നോക്കിയായിരുന്നു. ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് പുതിയ ഭൂമിയെ കുറിച്ചാണെന്ന് ദൈവത്തിന്റെ ദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. YSKL സാർ ഉൾപ്പെടെ. അതിന്റെ 17-ാം വാക്യത്തിൽ ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തത് ആരും ഓർക്കയിൽ ആരുടെയും മനസ്സിൽ വരില്ല. ഇത് പറഞ്ഞിട്ട് ഈ ഭാഗങ്ങൾ 23 അവർ വൃഥാധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കയില്ല എന്ന് പറയുന്നത് പുതിയ ഭൂമിയെ കുറിച്ചാണ് എന്ന് ദൈവദാസന്മാർ ചിന്തിക്കുന്നു. YSKL സാറിന്റെ പുസ്തകം എടുത്ത് ഞാൻ വൈകിട്ട് നോക്കിയുണ്ടായി. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുറഞ്ഞവൻ മരണം എന്നത്തേക്കും മാറ്റപ്പെട്ടിട്ട് ചെറിയവൻ മഹാജാതിയായിട്ട് തീരുമ്പോൾ, അവന്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരിക്കലും അവസാനിക്കാതെ വളരുമ്പോൾ, നമ്മൾ തിരുവചനത്തിൽ സൂചന ലഭിച്ചിരിക്കുന്നു. മരണമില്ല, ജനനം സംഭവിക്കുന്നു, ആപത്തിനായിട്ട് പ്രസവിക്കില്ല. സംശയങ്ങൾ ജനിക്കും. നമുക്ക് പൂർണ്ണമായ വെളിപ്പാടുകളൂടെ കിട്ടിയിട്ടില്ല. അങ്ങനെ മനുഷ്യൻ മരണമില്ലാതെ പെറ്റുവരികയാണെങ്കിൽ ഭൂമിയിൽ നിറയില്ലേ എന്നൊരു ചോദ്യം വരും. സംഭവിക്കും എന്നാണ് ദൈവദാസന്മാർ ചിന്തിക്കുന്നത്. എന്റെ അഭിപ്രായമല്ല. ദൈവദാസന്മാർ ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ നിറയും. നമ്മുടെ ഇടയിൽ തന്നെയുള്ള പ്രസിദ്ധരായ ദൈവദാസന്മാർ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. ഭൂമിയിൽ നിറയും. നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവാൻ പറഞ്ഞു. വാസ്തവത്തിൽ അത് പൂർത്തീകരിക്കുന്ന സമയം ഇവിടെയായിരിക്കണം. ഭൂമി നിറയുമ്പോൾ ദൈവം അനന്തര പദ്ധതിയിലേക്ക് പ്രവേശിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സൂചനയുണ്ട്, ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും. അതൊരു ഗോളമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഇയ്യോബിന്റെ പുസ്തകത്തിലൊക്കെ അതിന്റെ സൂചന ലഭിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 4 തൊട്ടുള്ള വാക്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവല്ലോ. അല്ല, അതിന് അളവ് തോൽ പിടിച്ചവനാർ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ദൈവം ചോദിക്കുകയാണ്. എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചു ഉല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ, ഇവിടെ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരല്ല. ദൂതന്മാരായിരുന്നുവെങ്കിൽ ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചു എന്ന് രണ്ടാമതവിടെ രേഖപ്പെടുത്തുകയില്ലായിരുന്നു. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിച്ചു, ദൈവപുത്രന്മാര് സന്തോഷിച്ചു.
ഈ പ്രഭാത നക്ഷത്രമാണ് വെളിപാട് പുസ്തകം 2 27-28 വാക്യത്തിൽ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 2 അധ്യായത്തിന്റെ 26 വാക്യം, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്തവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവർ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോവും. ഇത് 1000 ആണ്ട് വാഴ്ചയാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവൻ ഉദയ നക്ഷത്രവും കൊടുക്കും. ഐ വിൽ ഗിവ് ഹിം മോർണിംഗ് സ്റ്റാർ ടു. 27 വാക്യത്തിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന കാലഘട്ടം. 28 വാക്യത്തിൽ ഞാൻ അവൻ ഉദയ നക്ഷത്രവും കൊടുക്കും. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായത്തിൽ വായിച്ചു, പ്രഭാത നക്ഷത്രങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ഉല്ലസിച്ചു എന്ന് പറയുന്നത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് മനുഷ്യനെ പാർപ്പിച്ച് അവനോടുള്ള ബന്ധത്തിൽ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളിലും പാർപ്പുണ്ടാകുമെന്നുള്ള ഒരുപക്ഷെങ്കിൽ വെളിപ്പാടുകളായിരിക്കാം അവര് സന്തോഷിപ്പാനിടയായതെന്ന് ചിന്തിക്കുന്നു. ഡോഗ്മാറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അത് അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അങ്ങനെ വിശ്വസിക്കുന്ന അനേകരുണ്ട്. വലിയൊരു സമൂഹമുണ്ട്. ബഹുമാനപ്പെട്ട YS സാറ് തുടങ്ങി നമ്മുടെ ഇടയിലെ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ പോലും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. ന്യായമായിട്ട് അങ്ങനെ ചിന്തിക്കാം. മരണമില്ല, ജനനം സംഭവിക്കുന്നു. ഭൂമി ഒരിക്കൽ നിറയുമ്പോൾ ദൈവം അനന്തര പദ്ധതിയിലേക്ക് പ്രവേശിക്കുമെന്ന് ചിന്തിക്കുന്നു. ഏതായാലും ദൈവസഭ വളരില്ല, അവരുടെ സംഖ്യ പൂർണ്ണമായിരിക്കും. ഒരാൾ നഷ്ടപ്പെടുകയോ ഒരാൾ അതിലോട് കൂടുകയോ ചെയ്യില്ല. നാം ആ പുത്തൻ യെരൂശലേമിന്റെ ഉള്ളിൽ അവരോടൊത്ത് നമ്മൾ ഈ ഭൂമിയെയും സകലത്തെയും ഭരിക്കുന്നവരായി ഒരു കൂട്ടം ജനമായിരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട യഹൂദന്മാർ ഈ ഭൂമിയിലുണ്ട്, അവർ പെറ്റുപെരുകുന്നുണ്ട്. ജാതികളും വീണ്ടെടുക്കപ്പെട്ട ജാതികളുമുണ്ട്, അവരും പെറ്റുപെരുകുന്നുണ്ട്. എന്നാൽ ദൈവസഭ അത് വളരുന്നില്ല. അവർ കർത്താവിനോട് കൂടെ, ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവന്റെ കാന്ത, അവരുടെ എണ്ണം വർദ്ധിക്കുകയല്ല, അവനോട് കൂടെ അവർ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊഴുക്കുകയോ ചെയ്യില്ല. എന്നാൽ ഈ ഭൂമിയിൽ വസിക്കുന്നവരുടെ സ്ഥിതി ആദമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന ശരീരപ്രകൃതി ആയിരിക്കുമെന്ന് അനേകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആദമും ഹവ്വ പാപം ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് സന്താനത്തെ ജനിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവാൻ പറയുന്നത് ആ വാസ്തവത്തിൽ ആദമും ഹവ്വമാര് പാപം ചെയ്യുന്നതിന് മുമ്പായിരുന്നു. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിൽ ആ അവസ്ഥയിൽ മനുഷ്യന് അത് സാധിക്കും എന്നുള്ളത് ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ പെറ്റുപെരുകുമെന്ന് ചൂണ്ടിക്കാണിക്കും. ഇത് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം 6 വാക്യം നോക്കുകയും, അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഇത് വിശ്വാസയോഗ്യമാണ്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. കാരണം എന്നെ അങ്ങനെ പറയാൻ കാരണം, വിശ്വാസയോഗ്യമാണ്, ട്രസ്റ്റ് വർത്തിയാണ് എന്ന് പറയാൻ കാരണം വിശ്വസിപ്പാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് വിശ്വസിപ്പാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ദൈവം ഉറപ്പ് തരികയാണ്, ഇത് വിശ്വാസയോഗ്യമാണ്. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഇത് ആശ്ചര്യമായി തന്നെ അങ്ങനെ സംഭവിക്കും. എന്നിട്ട് എടുത്തു പറഞ്ഞ വാക്യം ശ്രദ്ധേയമാണ്. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്. ആ വാക്യം ഒന്നുകൂടെ നോക്കിയേ. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാരെ കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്, ദ ലോർഡ് ഗോഡ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് പ്രോഫറ്റ്സ്. 1 പത്രോസ് 1:20-21. ബൈബിളിന്റെ പ്രവചനം ഒന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവത്തിന്റെ മനുഷ്യൻ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് അതോട് ചേർത്ത് ഈ വാക്യം ഒന്ന് നോക്കി, അതിന്റെ ആശയം നമുക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാകും. 2 പത്രോസ് 1:19 വായിക്കാം. പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ തന്നെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളട്ടെ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ച് സംസാരിച്ചു. പ്രവചനം എങ്ങനെ കടന്നു വന്നു? ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ച് സംസാരിച്ചു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്, പ്രവാചകന്മാരിൽ വ്യാപരിച്ച ആത്മാവ് ദൈവമായ കർത്താവിന്റെ ആത്മാവായിരുന്നു. അത് ഒരിക്കലും സ്വയമായി വന്നതല്ല. ഇവിടെ പത്രോസ് രേഖപ്പെടുത്തുമ്പോൾ 21 വാക്യത്തിൽ, ഹോളി മെൻ ഓഫ് ഗോഡ് സ്പേക്ക് ആസ് ദേ വർ മൂവ്ഡ് ബൈ ദ ഹോളി ഗോസ്റ്റ്. ദേ സ്പോക്ക് ആസ് ദേ വർ മൂവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അവരെ ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിച്ചു, അവരെ ദൈവത്തിന്റെ ആത്മാവ് മൂവ് ചെയ്തു, അവരെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിപ്പാൻ, ഇത് ഞാനും നിങ്ങളും അറിയുവാനായിട്ട് വെളിപ്പെടുത്തിയതാണ്, നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയതാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു.
ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിപ്പാൻ. സഭയുടെ ആരംഭം തുടങ്ങി ഇത് വെളിപ്പെട്ട കാലം തുടങ്ങി കാലത്തെ മുഴുവൻ നമുക്ക് ഇവിടെ വെളിപ്പെടുത്തി തന്നു. 7 സഭയ്ക്കുള്ള ദൂതിലൂടെ സഭയുടെ കാലയളവ്, അതിന്റെ ശേഷമുള്ള കാലയളവ്, അതിന്റെ ശേഷമുള്ള കാലയളവ് എല്ലാം ഒരുപോലെ വെളിപ്പെടുത്തി നമുക്ക് തന്നിരിക്കുകയാണ്. ഞാനിതാ വേഗത്തിൽ വരുന്നു. വേഗത്തിൽ വരുന്നു എന്നുള്ളത് കർത്താവിന്റെ വരവിന്റെ വേഗത കാണിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:52 രേഖപ്പെടുത്തിയില്ലേ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ വിതിൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. ഇതെല്ലാം സംഭവിച്ചു തീരുമ്പോൾ എത്ര വേഗത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ 7-ാം വാക്യം, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി ഭാഗം ദൈവം വെച്ചാൽ ഒരു ക്ലാസ് കൂടെ എടുത്തിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങള് ഇംപ്ലിക്കേഷൻ ഓഫ് ദിസ് പ്രോഫസി, ഈ പ്രവചനത്തിന്റെ ഇന്നുള്ള ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അടുത്ത ക്ലാസ്സിനെ ചിന്തിക്കാം. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനവും അതിന്റെ മഹത്വവും ഒക്കെ ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്ത പോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കും. കർത്താവ് നമ്മെ സഹായിക്കുവാനാണ്.